ഹായ്, ഞാൻ അമല. കുറേ ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ട്രേഞ്ചേഴ്സിൻ്റെ സീക്രട്ട് റിവീൽ ചെയ്യുന്നത്. ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. നമുക്ക് പുതിയ കുറച്ച് സീക്രറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പം ഞാനതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആരോടെങ്കിലും ഷെയർ ചെയ്യണം എന്നുണ്ട്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി പുറത്തു പോകാൻ പാടില്ല എന്നാണെങ്കിൽ എന്നോട് ഷെയർ ചെയ്യാം. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കത് നാലാളിനെ അറിയിക്കണം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഷെയർ ചെയ്യാം കേട്ടോ. സീക്രട്ട് മാത്രമല്ല. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സീക്രട്ട് വായിക്കാമേ. ഞാൻ കോളേജിൽ നിന്ന് ടൂറ് പോയായിരുന്നു ഒരു വീക്ക്. ടൂറ് പോകുമ്പോൾ എന്തായാലും ഇച്ചിരി ഡ്രിങ്കിങ് സ്മോക്കിംഗ് ഒക്കെ ഉണ്ടാകുമല്ലോ. ഉണ്ടാകുമോ? ഐ ഡോണ്ട് നോ. ഓക്കെ, എൻ്റെ നാട്ടിലും ആർക്കും അറിയില്ല ഞാൻ സ്മോക്ക് ചെയ്യുവോ ഡ്രിങ്ക് ചെയ്യുവോ എന്നൊന്നും. അതൊരു സീക്രട്ടാണ്. നല്ലവനായ ഉണ്ണിയാണ് അവൻ നാട്ടിലെ. പിന്നെ ടൂറ് പോയപ്പം നടന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ ബോയ്സ് ഗേൾസ് എല്ലാം ഒരുമിച്ച് ഇരുന്ന് കുടിക്കുമായിരുന്നു. വെരി ബാഡ് ഗൈസ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരണം വാട്ട് എവർ ഹാംഫുൾ ആണ്. ഓക്കെ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുടിച്ചത് ടെറസിലിരുന്നായിരുന്നു. അതിൻ്റെ താഴത്തെ ഫ്ലോറിൽ ഗേൾസ് സ്റ്റേ ചെയ്യുന്നത്, അതിൻ്റെയും താഴത്തെ ഫ്ലോറിലാണ് ബോയ്സ് സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങൾ കുറച്ച് പേര് നേരത്തെ ഇറങ്ങി കിടക്കാൻ പോയി. അപ്പം ഞങ്ങൾ ഫ്ലോറ് മാറി ഗേൾസ് സ്റ്റേ ചെയ്യുന്ന റൂമിൽ കയറിപ്പോയി കിടന്നു. ഫ്ലോറ് മാറിയതാണോ അറിഞ്ഞുകൊണ്ടാണോ? അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗേൾസ് എല്ലാം റൂമിൽ വന്നു. എന്നിട്ട് ഗേൾസ് എല്ലാം റൂമിൽ വന്നപ്പോൾ ഞാൻ അവരുടെ ബെഡിൽ കിടക്കുന്നു. ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് സോറിയൊക്കെ പറഞ്ഞ് താഴെ പോയി. താഴെ ചെന്നപ്പോൾ അവിടെ ബോയ്സ് എല്ലാം എന്നെ തപ്പി നടക്കുമായിരുന്നു. ഞാൻ എല്ലാവരോടും ഒന്നുമില്ല എന്ന് പറഞ്ഞ് കയറി കിടന്നു. പിന്നെ പിറ്റേ ദിവസം ഗേൾസ് എല്ലാം പറഞ്ഞു ഞാൻ അവരുടെ റൂമിലായിരുന്നെന്ന്. നാണക്കേട്. ഇതാ പറയുന്നത്, കള്ളു കുടിക്കാൻ പാടില്ല. മനസ്സിനും ശരീരത്തിനും ഹാനികരമാണ്. പിന്നെ ഇതേപോലെ ചീത്തപ്പേരും കേൾക്കും. ഓക്കെ, കള്ളു കുടിക്കാൻ പാടില്ല. അല്ല, കള്ളു കുടിച്ചാൽ വയറ്റിൽ കിടക്കണം. ഈ സീക്രട്ട് അയച്ചവൻ്റെ ഒരു കോളേജ് മൊത്തം അറിയുന്ന ഒരു സീക്രട്ടാണിത്. എന്നിട്ട് അവൻ ഇതിനെ വിളിക്കുന്നത് അവൻ്റെ സീക്രട്ട്. ചിലപ്പോൾ ഇവൻ ഈ കാര്യങ്ങളൊന്നും നാട്ടിലറിയത്തില്ലല്ലോ. നാട്ടിൽ നല്ലവനായ ഉടനെയല്ലേ. അടുത്ത സീക്രട്ട് നമുക്ക് വായിക്കാം കേട്ടോ. ലാസ്റ്റ് ഇയർ ഞാൻ ജോബ് ചെയ്തിരുന്ന സ്ഥലത്ത് എനിക്ക് ക്രഷ് തോന്നിയ ഒരു ഗേൾ ഉണ്ടായിരുന്നു. അവളെ കാണാൻ യങ്ങാ, ബട്ട് അവൾ മാരീഡായിരുന്നു. മാരീഡാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് ക്രഷ് തോന്നിയല്ലേ? ഞങ്ങൾ പോവുകയും വരികയും ഒക്കെ ഒരേ ബസ്സിലായിരുന്നു. അവൾക്ക് എന്നെ ഒരു ഫ്രണ്ട് പോലെ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഉള്ളായിരുന്നു. പക്ഷെ നീ ബാഡ് ബോയ്. എനിക്ക് കണ്ട് ഇഷ്ടം കൂടി വന്നു. ഒരു ഡേ ഞാൻ ഈ കാര്യം അവളോട് പറയാമെന്ന് വച്ചു. ഒരു സാറ്റർഡേ ഈവനിങ് ഞങ്ങൾ ജോബൊക്കെ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഞാൻ ഈ കാര്യം അവളോട് പറഞ്ഞു. അവൾ സർപ്രൈസ്ഡ് അല്ലായിരുന്നു. അവൾക്കറിയായിരുന്നു. ഷീ ഈസ് ഓൾസോ ബാഡ് ബോയ്. എനിക്ക് അവളോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അവൾക്കറിയായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, യു ഡിസേർവ് സമൺ ബെറ്റർ. ഓൾസോ ഐ ആം പ്രഗ്നൻറ്റ് ഫോർ 3 months. I'm സോറി. എല്ലാവർക്കും ഓരോരോ ഫീലിങ്സ് അല്ലേടാ. സോറി ഫോർ മേക്ക് യു ഫീൽ ലൈക്ക് ദിസ്. അവൾക്കും കാര്യം അറിയായിരുന്നു. അവൾ കാര്യം അറിഞ്ഞ സമയത്ത്, അവൾക്കിത് തോന്നിയ സമയത്ത് അവൾ അവനോട് പറഞ്ഞ് വിലക്കിയില്ല. അവന് മാരീഡായ ഒരുത്തിയോട് ക്രഷും തോന്നി.
അവൾ 3 മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പം ഇവൻ പോയി പറഞ്ഞേക്കുന്നു. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ഓക്കെ, സോറിടാ, ഇത് അയച്ചവൻ്റെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിൻ്റെ ഫീലിങ്സിനെ ഞാൻ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. സോറി. എന്നാലും മാരീഡ് ആയവർക്ക് നിനക്ക് ക്രഷ് തോന്നരുതായിരുന്നു. അടുത്ത സീക്രട്ടാണ്. ഹായ് ബൈ ബട്ട് യു ആർ ബ്യൂട്ടിഫുൾ. യെസ്, ഐ എം ബ്യൂട്ടിഫുൾ. എടാ, അതൊരു സീക്രട്ട് അല്ല. സീക്രട്ട് അയക്കണം എന്നാണ് പറഞ്ഞത്. അതൊരു സീക്രട്ട് അല്ല, അതൊരു പരസ്യമാണ്. ഓക്കെ, അടുത്തോട്ടെ സീക്രട്ട് തന്നെ അയക്കണം. അടുത്ത സീക്രട്ട്. എം.കോം പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ബിയർ കുടിച്ചിട്ടുണ്ട്. കോളേജിൻ്റെ ഒരു ക്ലാസ് റൂമിൽ ഡോറെല്ലാം ക്ലോസ് ചെയ്ത് ആരും കാണാതെ. എന്നാൽ മൊത്തം കുടിയാണല്ലോ ഇവിടെ. കോളേജ് എന്ന് പറയുന്നത് പഠിക്കാനുള്ളതാണ്, അല്ലാതെ കുടിക്കാനുള്ളതല്ല. കുടിയൊക്കെ അവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്താ അത്? അടുത്ത സീക്രട്ട്. ഞാൻ 8ലൊക്കെ പഠിക്കുമ്പോൾ വെല്ലീച്ചിൻ്റെ കുപ്പിയിലിരിക്കുന്ന സാധനം പുള്ളി കുടിക്കാതെ ഇരിക്കാൻ വേണ്ടി കുറച്ചൊക്കെ ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, നല്ല കാര്യം. പിന്നെ ഒരു ദിവസം അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി മദ്യപാനം മാത്രമാണല്ലോ ഇന്ന് എൻ്റെ സീക്രട്ട്. സോറി ഗൈസ്, ഐ എം നോട്ട് പ്രൊമോട്ടിങ് ദിസ്. ഓക്കെ. പിന്നെ ഒരു ഡേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി കളയാനെടുത്ത സാധനം കുടിച്ചു നോക്കി. ആദ്യം ഒരു കത്തലായിരുന്നു, പിന്നെ അതെനിക്ക് ശീലമായി. വെരി ഡിസപ്പോയിൻറ്റഡ് ഓൺ യു ബ്രോ. ഇത് ബ്രോ ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും വെരി ബാഡ്. യുവർ ചോയ്സ്. എനിക്കിങ്ങനെ വെട്ടി പഠിക്കുമ്പോൾ ഓക്കെ, ആരും ഇത് കണ്ട് അനുകരിക്കാതിരിക്കാം. മദ്യപാനം വെരി ഹാർംഫുൾ ടു ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹെൽത്ത്. ഓക്കെ, ഡോണ്ട് ഡു ദിസ് ഗൈസ്. അപ്പം ഇന്നത്തെ സീക്രട്സൊക്കെ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, സീക്രട്സൊക്കെ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, സീക്രട്സ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, അത് നാലാൾ അറിയണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മെയിൽ ID താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ഒപ്പം ഞാൻ NGL ആപ്പിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ഏതിൽ വേണമെങ്കിലും മെസ്സേജ് ചെയ്യാം. NGL ആകുമ്പോൾ കുറച്ച് വേർഡ്സിന് ലിമിറ്റ് ഉണ്ട്. നെക്സ്റ്റ് മെസ്സേജായിട്ട് വീണ്ടും ഒന്നുകൂടി അയച്ചാൽ മതി. അതായത് അതിൻ്റെ കണ്ടിന്യൂവേഷൻ, ഒരു മെസ്സേജിൻ്റെ കണ്ടിന്യൂവേഷൻ അടുത്ത മെസ്സേജായിട്ട് അയച്ചാൽ മതി. ഞാനപ്പം ആ ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴത്തെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സപ്പോർട്ട് മീ ഗൈസ്. അപ്പം ഓക്കെ, ബൈ. ഓക്കെ, ഇവന്മാർ ഓക്കെ.